രാഗമുക്തം ലോഹയുധം ഹേമയഥാഗ്നൗ യോഗാഷ്ടാംഗൈരുജ്ജ്വലിതജ്ഞാനമയാഗ്നൗ ദഗ്ധ്വാത്മാനം ജ്ഞം പരിശിഷ്ടം ച വിദുര്യം തം സംസാരധ്വാന്തവിനാശം ഹരിമീഡേ. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായിക്കൊണ്ടുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുസൂദന വാര്യർ. ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തണമെന്ന് സഹകരിക്കാൻ അപേക്ഷിക്കുകയാണ്. പ്രിയരെ, ശങ്കരാചാര്യരുടെ ഹരിസ്തുതി എന്ന് പറയുന്ന 43 ശ്ലോകങ്ങളിലെ 41ാമത്തെ ഒരു ശ്ലോകമാണ് ചൊല്ലിയത്. ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്താണ് എന്നുണ്ടെങ്കിൽ, രാഗദ്വേഷാദികൾ മുക്തമായിരിക്കുന്ന മനസ്സിലെ ഈശ്വരൻ പ്രകാശിക്കൂ എന്നാണ്. ഒരു ഹൗസ്ഫുള്ളായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് കയറാൻ പറ്റുമോ? ഹൗസ്ഫുൾ എന്ന ബോർഡ് അവിടെ ഉണ്ടാവും അല്ലേ? അതുപോലെ നമ്മുടെ മനസ്സ് ഒഴിഞ്ഞാലേ അവിടേക്ക് ഈശ്വരൻ വരൂ. അതൊക്കെ രാഗദ്വേഷാദികളെ കൊണ്ട് നിറഞ്ഞാൽ ഈശ്വരനെ എവിടെയിരിക്കും പിന്നെ? അപ്പോൾ രാഗദ്വേഷാദികളൊക്കെ നീക്കി ശുദ്ധമായിട്ടുള്ള ഒരു മനസ്സിൽ ഈശ്വരൻ പ്രകാശിക്കുള്ളൂ. എന്നാൽ രാഗാമുക്തം, അതിനൊരു ഉപമയും പറഞ്ഞിരിക്കുകയാണ്. ഏതുപോലെ ലോഹയുധം ഹേമയഥാഗ്നവും, അതെങ്ങനെ ആക്കി തീർക്കാം? രാഗവിമുക്തൻ, രാഗാദി വികാരങ്ങളില്ലാതെ ആക്കി തീർക്കാൻ ഒരു സ്വർണം നല്ലപോലെ ശോഭിക്കണം, തിളങ്ങണം എന്നുണ്ടെങ്കിൽ അതിലത്തെ മറ്റ് കൂട്ടുകളൊക്കെ കളയണം. അത് ചുട്ട് പഴുപ്പിച്ച് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് കളഞ്ഞ് ശുദ്ധ സ്വർണമാക്കിയിട്ട് ആവുന്നതും അതിന് നല്ല തിളക്കം കിട്ടുന്നതും അപ്പോഴാണ്. അതുപോലെ നമ്മളിൽ ചില പ്രക്രിയകൾ വേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. മനഃശുദ്ധിക്കായിക്കൊണ്ടത് ആധ്യാത്മിക മാർഗങ്ങൾ, സാധാരണ നിലയ്ക്ക് അഷ്ടാംഗ യോഗങ്ങൾ എന്നതിന് പറയാം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇതാണ് ലോഹത്തിനെ ചൂടാക്കി സ്വർണം വേർതിരിച്ചെടുക്കുന്നത് പോലെ മനസ്സിന് കൊടുക്കേണ്ടതായ പ്രക്രിയ എന്നാണ്. ചില പ്രക്രിയകളിൽ കൂടെ മാത്രമേ അത് ശുദ്ധമാവുള്ളൂ. കാരണം ജന്മജന്മാന്തരങ്ങളിലായി അടിഞ്ഞുകൂടിയിട്ടുള്ള വാസനകൾ നീക്കം ചെയ്യാൻ ഒരു ലേശം പ്രയത്നം ചെയ്യേണ്ടതുണ്ട്. അത് യമം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെടാതിരിക്കുക, അതിനെ നിയന്ത്രിക്കലാണ്. അപ്പം നിയമങ്ങളൊക്കെ പാലിച്ചാലേ യമത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. പ്രാണായാമം ശ്വാസനിയന്ത്രണമാണ്. നമ്മുടെ ശ്വാസത്തെ വേണ്ട പോലെ നിയന്ത്രിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ അതുകൊണ്ട് മാത്രം നമുക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കാം എന്നാണ്. എന്തൊരു അത്ഭുതമാണ്, ആലോചിച്ച് നോക്കൂ. ശ്വാസപ്രക്രിയ കൊണ്ട് പ്രാണായാമം ശീലിച്ചാൽ ധ്യാനത്തിലേക്ക് ഉള്ള വഴി സുഗമമാവും. ധ്യാനം കൊണ്ട് അഷ്ടൈശ്വര്യസിദ്ധി ഉണ്ടാവും, എല്ലാം കിട്ടും. ഇത്രയേ ഉള്ളൂ, ഇതില്ലാത്ത സംഗതിയൊന്നുമല്ല. അപ്പം ആ ധ്യാനത്തിൻ്റെ ഒരു ആദ്യപടിയാണ് പ്രാണായാമം. അതൊരു നാസികാധാരത്തിൽ കൂടെ ശ്വാസം വലിച്ചെടുത്ത് അതിൻ്റെ ഇരട്ടി സമയം ശ്വാസകോശത്തിൽ നിർത്തി അതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് മറു ശ്വാസികാധാരത്തിൽ കൂടെ ഇതിനെ വിടുന്നതാണ് പ്രാണായാമം. പിന്നെ തിരിച്ചും ചെയ്യണം. ഏതിൽ കൂടെ പുറത്തേക്ക് വിട്ടു അതിൽ കൂടെ അകത്തേക്ക് എടുക്കുക, ഏതിൽ കൂടെ അകത്തേക്ക് എടുത്തു അതിൽ കൂടെ പുറത്തേക്കും വിടുക. ഇതിനെയാണ് പ്രാണായാമം. ശ്വാസ നിയന്ത്രണം പഠിച്ച ആൾക്കാരുടെ അടുത്തേ ചെയ്യാൻ പാടൂ, അല്ലെങ്കിൽ കുറേ കുഴപ്പങ്ങൾ പറ്റും. ശ്വാസമാണ് കളിക്കാൻ പറ്റിയ വിഷയമല്ല. പഠിച്ച ഗുരുനാഥന്മാർ, ആചാര്യന്മാർ, അതിനെപ്പറ്റി നല്ല പരിചയമുള്ളവർ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തക്കോണം പരിചയമുള്ളവർ. സ്വയം ചെയ്യാൻ പഠിച്ചാൽ പോരാ, പറഞ്ഞു കൊടുക്കാൻ അറിവ് വേറെ വേണമല്ലേ? നമ്മൾ പഠിച്ചു BA പാസ് ചെയ്തുകൊണ്ട് കൊണ്ടുകൊണ്ട് നമുക്ക് മാഷാവാൻ പറ്റുമോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രെയിനിങ് കഴിഞ്ഞാലേ പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ പഠിപ്പിക്കാനുള്ളൊരു അറിവ് വേറെ വേണമെന്നർത്ഥം. എല്ലാവർക്കും വേണം. പഠിപ്പിക്കേണ്ടാത്തവർക്ക് ട്രെയിനിങ് ആവശ്യമില്ല. എന്ന പോലെ പഠിപ്പിക്കാനുള്ള അറിവുള്ളവർക്ക് പ്രാണായാമം, പ്രത്യാഹാരം ഇതൊക്കെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. പ്രത്യാഹാരം ഏതേത് ഇന്ദ്രിയങ്ങളിലേക്ക് അധികം മനസ്സ് പോകുന്നുവോ
താല്പര്യമുള്ളവയെ നിയന്ത്രിച്ച് പഠിക്കണം. ബലമില്ലാത്തതിനെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിൽ മനസ്സ് പോവില്ല. നമുക്ക് താല്പര്യമില്ലാത്തൊരു വിഷയത്തിൽ മനസ്സ് പോവില്ല. ഉള്ള വിഷയത്തിൽ നിന്ന് നിവർത്തിക്കാനാണ് പഠിക്കേണ്ടത്. അതാണ് പ്രത്യാഹാരം. ധാരണ, ധ്യാനം, സമാധി എന്ന് പറഞ്ഞാൽ ധ്യാനത്തിൻ്റെ 3 ഘട്ടങ്ങളാണ്. ഈശ്വരനെ കാണാനുള്ള ശമഘട്ടം ധാരണയും, തെളിഞ്ഞങ്ങനെ വിളങ്ങുന്നത് ധ്യാനം, സ്വരൂപം തന്നെ ഇല്ലാണ്ടാവും സമാധി. ഇങ്ങനെ അഷ്ടാംഗ യോഗത്തിൽ കൂടിയിട്ടാണ് മായയിൽ നിൽക്കണ ഒരു ജീവൻ മായയ്ക്ക് അപ്പുറത്തുള്ളതായിരിക്കുന്ന ഈശ്വരനിൽ എത്തിച്ചേരുന്നത്, ഈശ്വരനോട് കൂട്ട് വളരെയധികം അടുക്കുന്നത്. വിടവില്ലാത്ത അടുപ്പത്തിലേക്ക് എത്താൻ ഈ ഘട്ടങ്ങൾ ശീലിക്കേണ്ടതുണ്ട്. അപ്പം മാലിന്യങ്ങളെല്ലാം നീക്കി ചുട്ട് പഴുപ്പിച്ച് അടിച്ചു കാച്ചി സ്വർണം എപ്രകാരത്തിൽ യാതൊരുവിധ മാലിന്യങ്ങളോ അഴുക്കോ ഇല്ലാതെ തിളങ്ങി ശുദ്ധമാകുന്നുവോ അതുപോലെയാണ് അനുഷ്ഠാനത്തിൽ കൂടിയിട്ടും, അതായത് അഷ്ടാംഗ യോഗത്തിൽ കൂടിയിട്ട് രാഗദ്വേഷാദികൾ നീക്കിയിട്ടുള്ളതായിട്ടുള്ള മനസ്സിൽ ഈശ്വരൻ വിളങ്ങുന്നത്. ആ അഷ്ടാംഗ യോഗാഭ്യാസത്താൽ ഇപ്രകാരം പറഞ്ഞ വിധം എങ്ങനെയാണ് ഈശ്വരനെ അറിയുന്നത്, ആ ഹരിയെ അറിയുന്നത്, അല്ലെങ്കിൽ അറിയപ്പെടുന്നതായിട്ടുള്ള ആ ഹരിയെ ഞാനും സ്തുതിക്കുന്നു. എനിക്കും ആ തിളക്കം കിട്ടാനായിക്കൊണ്ട്, ഈശ്വരൻ്റെ പ്രകാശം മനസ്സിൽ കിട്ടാനായിക്കൊണ്ട് ഞാനും ആ ഹരിയെ സ്തുതിക്കുന്നു. സംസാര ധ്വാന്ത വിനാശം, സംസാരത്തിലുള്ള ദുഃഖങ്ങളെല്ലാം ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട്. അതിലൊരു പ്രത്യേക സംഗതി നമുക്ക് കാണാൻ കഴിയും. ചിന്തിച്ചാൽ സംസാര ദുഃഖങ്ങളില്ലാണ്ട് ആവുമോ? ഒരിക്കലും ഇല്ലാണ്ടാവില്ല. ഈ സംസാരത്തിൽ ആരുടെ ദുഃഖമോ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ദുഃഖമോ ഇല്ലാതാവില്ല. പലർക്കും അറിയാത്ത ചിന്തിക്കാത്തൊരു വശമുണ്ട് അവിടെ അത് ചിന്തിക്കേണ്ട വിഷയമാണ്. ആ സംസാര ദുഃഖം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നതിനെയാണ് നശിപ്പിക്കുന്നത്. ആ സാഹചര്യം മാറുന്നില്ല, പക്ഷേ നമ്മുടെ മനസ്സാണ് മാറ്റേണ്ടത്. ഇതാണ് ആത്മീയത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എന്താ ഈ ദുഃഖം ഇല്ലാണ്ടാവുക? ദുഃഖത്തിന് കാരണം അവിടെ എപ്പോഴും ഉണ്ട്, ഉണ്ടായിരുന്നു, ഇനി ഉണ്ടാവും ചെയ്യും. പക്ഷേ നമ്മുടെ മനസ്സെന്തായി? ആ സംസാര ദുഃഖത്തെ ബാധിക്കാത്ത വിധത്തിലാക്കുകയാണ്. ഇതറിയാണ്ട് ഞാൻ ഭജിച്ചു, എനിക്ക് കാര്യം നടന്നില്ല, ഈ കാര്യം നടക്കണം. ഇന്നപ്പോൾ എല്ലാവരും ഭക്തന്മാരാവുമല്ലോ ലോകത്തിൽ. ഒരു കാര്യം വിചാരിച്ചു അത് അതല്ല, അതൊക്കെ ശരിയായിട്ടുള്ള ഭക്തിയല്ല. അതിനൊക്കെ പ്രോച്ചിത കൈതവോത്ര ധർമ്മം എന്ന് പറഞ്ഞാൽ കൈതവധർമ്മമായിട്ടാണ് പറയുക. എന്ന കാര്യം സാധിക്കാനല്ല ഭക്തി. സാധിക്കാതെയും നമുക്ക് നിലനിൽക്കണം, അതാണ് സംസാര ധ്വാന്ത വിനാശം. സംസാര വിനാശം എന്നല്ല പറഞ്ഞത്. സംസാരം നമ്മുടെ മനസ്സിലേക്ക് കയറുന്നതിനെയാണ് തടയേണ്ടത്. വെള്ളത്തിൽ നമ്മൾ പോകുമ്പോൾ തോണിയുടെ ഉള്ളിലേക്ക് വെള്ളം കയറാൻ പാടില്ല. ആ വെള്ളം വേണേ ഇനിയും വെള്ളത്തിലേ തോണിക്ക് നിൽക്കാൻ പറ്റൂ. ഇതേപോലെ സംസാരത്തിലാണല്ലോ നമ്മളൊക്കെ നിൽക്കണം. പക്ഷെ അത് എന്തിനു പാടില്ല? ഉള്ളിലേക്ക് കയറാൻ പാടില്ല. അതിനാണ് അഷ്ടാംഗയോഗം, അനുഷ്ഠാനം, പരിശ്രമം, ഇതെല്ലാം സംസാര ധ്വാന്ത വിനാശം. ഉള്ളിലേക്ക് സംസാരം കയറുന്നതിനെ ചെക്ക് ചെയ്യുക. സംസാരം ഇല്ലാണ്ടാവുമല്ല, സംസാര ദുഃഖമാണ് ഇല്ലാതാവുന്നത്. രണ്ടും വ്യത്യാസമുണ്ട്. സംസാരം ഇല്ലാണ്ടാവില്ല. അതിൻ്റെ ദുഃഖം നമ്മളെ ബാധിക്കുന്നതിൽ നിന്ന് എല്ലാം നമ്മൾ മാറ്റുന്നു. നമ്മുടെ മനസ്സാണ് മാറ്റാത്തത്. അല്ലെ, ഭാര്യയടക്കം മാറ്റി, ഡൈവേഴ്സ് കൊണ്ട് വീട് മാറ്റി, ഉദ്യോഗം മാറി നോക്കി, താമസ സ്ഥലം മാറി നോക്കി. നമ്മുടെ മനസ്സ് മാത്രമാണ് നമ്മൾ മാറ്റാത്തത്. ഇതൊക്കെ മാറ്റി ഇങ്ങനെ കളിക്കണേക്കാളും നല്ല നമ്മുടെ മനസ്സിനേട് മാറ്റിയാൽ പോരെ. എത്ര എളുപ്പമുണ്ട്. ഇതൊക്കെ മാറ്റാൻ നിൽക്കണേക്കാളും ഭേദം മനസ്സ് മാറ്റണം. ആ മനസ്സ് മാറ്റമാണ് അഷ്ടാംഗ യോഗത്തിൽ കൂടിയിട്ടും ആത്മീയ മാർഗങ്ങളിൽ കൂടിയിട്ടും നിഷ്ഠയിൽ കൂടിയിട്ടും പരിശ്രമത്തിൽ കൂടിയിട്ടും ചെയ്യാനുള്ളത്. ആ പ്രക്രിയയിൽ കൂടിയിട്ട് യോഗികൾ ഏതൊരു ഹരിയെ അറിയുന്നുവോ, സംസാര ദുഃഖം ഇല്ലാണ്ടാക്കുന്ന, സംസാര ദുഃഖം മനസ്സിലേക്ക് ബാധിക്കാത്ത വിധത്തിലാക്കുന്ന ആ ഹരിയെ ഞാനിതാ സ്തുതിക്കുന്നു. രാഗമുക്തം ലോകയിതം ഹേമ യഥാഗ്നൗ യോഗാഷ്ടാംഗേ ഉജ്ജ്വലിത ജ്ഞാനമയാഗ്നൗ ദഗ്ധ്വാത്മാനം ജ്ഞം പരിശിഷ്ടം ച വിദുര്യം തം സംസാരധ്വന്ത വിനാശം ഹരിമീഡേ.
നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.